കുഞ്ഞപ്പൂ ഒരു നിമിഷം താമസിച്ചില്ല. കയ്യും വീശി നേരെ മരുഭൂമിയിലേക്ക് ഒരു നടത്തം വെച്ചു കൊടുത്തു. ടേരോ, ക്യാപ്റ്റൻ വിളിച്ചുണർത്തി. കുഞ്ഞപ്പൂ തിരിഞ്ഞു നോക്കി. വിഡ്ഢി, തോക്കെടുക്കാതെയാണോ പോകുന്നത്? ഉണ്ടയില്ലാത്ത തോക്ക് എന്തിനാണ് സർ? അത് വെറും ഭാരം. ഇപ്പോൾ വിഡ്ഢിയായത് വെള്ളക്കാരൻ സാഹിബ്. വെരി ഗുഡ്, യു ആർ എ ക്ലെവർ ഗേ. കുഞ്ഞപ്പൂ മഹാസമർത്ഥൻ തന്നെയാണ്. അത് കേട്ടപ്പോൾ കുഞ്ഞപ്പൂ അറ്റൻഷനായി നിന്നുകൊണ്ട് കൊടുത്തു ക്യാപ്റ്റൻ സാഹിബിന് ഒരു സല്യൂട്ട് കൂടി. ശരി, പോയിക്കോ. നിന്റെ ദൗത്യം വിജയിക്കട്ടെ. സാഹിബിൻ്റെ ആശംസ. ചുടുകാട് പോലെ കിടക്കുന്ന മരുപ്പരപ്പിലൂടെ ഒറ്റയ്ക്ക് നിരായുധനായി നീങ്ങുകയാണ് കുഞ്ഞപ്പൂ. ഒരിടത്ത് ഒച്ചയും അനക്കവുമില്ല. ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ അരണ്ട വെളിച്ചം നരച്ച മരുഭൂമിയിൽ പരന്നിട്ടുണ്ട്. കുഞ്ഞപ്പൂ ഒരു തന്നാരപ്പാട്ടും പാടിക്കൊണ്ട് നടന്നു. തെക്കും വടക്കും തിരിയോ മരുഭൂമിയിൽ? നീ എങ്ങോട്ട് ചേട്ടാ നടന്നത്? ഇടങ്കോലിട്ടുകൊണ്ട് ആണ്ടിയുടെ ചോദ്യം. അത് കേട്ട് കുഞ്ഞപ്പൂ തനിയെ ചിരിച്ചു. ആണ്ടി ചോദിച്ചത് അർത്ഥവത്താണെന്ന ഭാവത്തിൽ തലയാട്ടി. പിന്നെ ഗൗരവത്തോടെ ഇങ്ങനെ പറഞ്ഞു. മരുഭൂമിയിലെ പട്ടാളക്കാരൻ ജീവനോടൊപ്പം 3 സാധനങ്ങൾ എപ്പോഴും കൂടെ കൊണ്ട് നടക്കണം. തോക്ക്, തണ്ണീർ ബോട്ടിൽ, തവുക്ക. വടക്ക് നോക്കി. ഇവയിൽ തോക്കും തണ്ണീർ ബോട്ടിലും കുഞ്ഞപ്പൂവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ തവുക്ക കീശയിലുണ്ടായിരുന്നു. അത് ഇപ്പോഴും കുഞ്ഞപ്പൂവിൻ്റെ കീശയിലുണ്ട്. കുഞ്ഞപ്പൂ കീശയിൽ നിന്നും സാധനം പുറത്തെടുത്ത് എല്ലാവർക്കും കാട്ടിക്കൊടുത്തു. തവുക്ക. ആണ്ടി ആ സാധനം മുമ്പ് കണ്ടിട്ടുണ്ട്. കുളൂസ് പറങ്ങോടനും പെരിക്കാലൻ അയ്യപ്പനും അത് കയ്യിൽ വാങ്ങി കൗതുകത്തോടെ പരിശോധിച്ചു. എന്തൊരത്ഭുതം! എങ്ങോട്ട് തിരിഞ്ഞാലും തവുക്ക. വാല് വടക്കോട്ട്. ആ വടക്കു നോക്കി അതിന് കൈമാറി ഒടുവിൽ അടുക്കളയിലെത്തി. കുഞ്ഞപ്പൂ തവക്കയോടുള്ള കൗതുകം ഒരിക്കലും വിട്ടുമാറിയിരുന്നില്ല.